തൃശൂർ പൂരം അടുത്തിരിക്കുകയാണ്. പൂരത്തോടനുബന്ധിച്ച് പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തലിന്റെ കാൽനാട്ട് കർമ്മം ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പാറമേക്കാവ് വിഭാഗം പന്തലിന്റെ കാൽനാട്ട് കർമ്മം, അതിന്റെ പൂജ നടക്കുകയാണ്. പൂരത്തിന്റെ വരവറിയിച്ചാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം നടക്കുന്നത്. അധികം വൈകാതെ തന്നെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ പന്തലുകളുടെ കാൽനാട്ട് കർമ്മവും നടക്കും. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലും പൂരം കൊടിയേറുക ഇതിന് ശേഷമാണ്. ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം അടുക്കുകയാണ്. അധികം ദിവസങ്ങളില്ല. പൂരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരികയാണ് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരത്തിന് ഇനി അധിക ദിവസങ്ങളില്ല. അതിന് മുന്നോടിയായുള്ള കർമ്മങ്ങൾ, പൂരത്തിൻ്റെ വരവറിയിച്ച് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം. മിഥുൻ അയ്യപ്പൻ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. മിഥുൻ, തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. പന്തൽ കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ കാൽനാട്ട് കർമ്മം നടക്കും. അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഭൂമി പൂജയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേക്കാവ് മേൽശാന്തി കാരക്കാട്ട് രാമൻ നമ്പൂതിരി ഭൂമി പൂജ നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ആ ചടങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പന്തലിന് കാൽ നാട്ടുക. എടപ്പാൾ നാദം സൗണ്ട് ഇലക്ട്രിക്കൽസ് സി ബൈജു ആണ് ഇത്തവണ പന്തലിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത്. വലിയ രീതിയിൽ നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ഒരു കേന്ദ്രമാണ് ഈ പന്തലുകൾ എന്ന് പറയുന്നത്. ഈ സാമ്പിൾ വെടിക്കെട്ട് ദിവസമാണ് ഇത്തരത്തിൽ പന്തലുകൾ മിഴി തുറക്കുക. തൃശ്ശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ഒരു ആദ്യ ഒരു പടി തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള ഈ പന്തലുകൾ വർണ്ണവിസ്മയം തീർക്കുന്നത് എന്നുള്ളത്. ഈ പന്തലിന്റെ പശ്ചാത്തലത്തിൽ തൃശ്ശൂർ പൂരനഗരി അങ്ങനെ നല്ല വർണ്ണവിധാനത്തിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. 3 പന്തലുകളാണ് ഇത്തരത്തിൽ വടക്കുന്നാഥന്റെ പ്രദക്ഷിണ വഴിയായിട്ടുള്ള ഈ സ്വരാജ് റൗണ്ടിൽ ഉയരുക. മണികണ്ഠനാലിലും അതുപോലെ തന്നെ നായ്ക്കനാലിലും അതുപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് തൊട്ടു മുൻപിലുള്ള ആൽത്തറയിലുമെല്ലാം ഇത്തരത്തിൽ 3 ഗോപുരങ്ങളാണ് ഇത്തരത്തിൽ ഉയരുന്നത്. അത് ഈ തൃശ്ശൂർ പൂരത്തിന്റെ തന്നെ ഒരു മുഖമുദ്രയായിട്ടുള്ള ഒരു സംഭവമാണ് ആ പന്തലുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ പന്തലുകൾക്ക് ഇത്തരത്തിൽ കേവലം കാഴ്ച ഭംഗി എന്നതിനപ്പുറത്തേക്ക് ആചാരപരമായിട്ടുള്ള ചില സവിശേഷത കൂടി പന്തലുകൾ നിർവഹിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മണികണ്ഠാലിന് സമീപത്തെ പന്തലിലാണ് ആദ്യ എഴുന്നള്ളിപ്പായിട്ടുള്ള ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ്. കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് പൂരനഗരിയിലേക്ക് എത്തുന്ന ആദ്യ എഴുന്നള്ളിപ്പാണ്. ഈ കണിമംഗലം ശാസ്താവ് കണിമംഗലത്ത് നിന്ന് എഴുന്നള്ളി അതിരാവിലെ എത്തി ആദ്യം നിലയുറപ്പിക്കുന്നത് ഈ സ്വരാജ് റൗണ്ടിലെ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ഉയർന്നിരിക്കുന്ന ഈ മണികണ്ഠനാലിലെ പന്തലിലാണ്. ആ പന്തലിലുള്ള കാൽനാട്ട് കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നായ്ക്കനാലിലും മറ്റിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ വിവിധ ദേവീദേവന്മാർ എഴുന്നള്ളി അവരുടെ തിടമ്പുകൾ ഉറപ്പിക്കുന്നതും ഒപ്പം തന്നെ പൂരം കൂടുതൽ വിസ്തൃതമാകുകയും, അതായത് മൂന്നാനപ്പുറത്തെത്തുകയും പിന്നീട് ആനകളുടെ എണ്ണം കൂടുകയും എല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഈ പന്തലുകൾ കേന്ദ്രീകരിച്ചാണ്. നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പെല്ലാം ഇത്തരത്തിൽ എത്തുന്നത് നായ്ക്കനാൽ പന്തലിന് ഉള്ളിലാണ്. അത്തരത്തിൽ പന്തലുകൾക്ക് കേവലം കാഴ്ച ഭംഗി എന്നതിനപ്പുറത്തേക്ക് ആചാരപരമായിട്ടുള്ളൊരു ചില സവിശേഷതകൾ കൂടി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഭൂമി പൂജ പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം നമുക്കിപ്പോൾ കരുതാൻ. ഭൂമി പൂജ പൂർത്തിയായിരിക്കുന്നു. വൈകാതെ തന്നെ പാറമേക്കാവ് ക്ഷേത്രം അധികൃതർ ഇത്തരത്തിൽ പന്തൽ കാൽനാട്ട് കർമ്മം നിർവഹിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു പന്തൽ തന്നെയായിരിക്കും ഇത്തവണ നടക്കുക എന്ന് തീർച്ചയാണ്. കാരണം എല്ലാ വർഷവും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, ഏറ്റവും ഭംഗിയായ രീതിയിൽ പന്തലുകൾ ഉയർത്തുക എന്ന് പറയുന്നത് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനത്തിൻ്റെത് കൂടിയായിട്ടുള്ള
ഒരു കാര്യം കൂടിയാണ്. ആരാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള പന്തൽ ഉയർത്തുക, ഏറ്റവും ഉയരത്തിൽ ആരാണ് പന്തൽ ഉയർത്തുക എന്നെല്ലാം അതിമനോഹരമായി തന്നെ നൽകുന്ന ഒരു വാശിയേറിയ ഒരു മത്സരം കൂടിയായി തന്നെ, ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരമായി തന്നെയാണ് ഇരു ദേവസ്വങ്ങളും കാണുന്നത്. മാത്രമല്ല ആചാരപരമായിട്ടുള്ള സവിശേഷതകളും അവയ്ക്കുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ഒപ്പം തന്നെ വളരെ വലിയ സുരക്ഷ കൂടി പരിഗണിക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം ലക്ഷക്കണക്കിന് പൂരപ്രേമികളാണ് ഇത്തരത്തിൽ ഈ പൂര ദിവസം ഇവിടേക്ക് എത്തിച്ചേർന്നത്. പൂര ദിവസം മാത്രമല്ല, പൂരത്തിന് അനുബന്ധിച്ചുള്ള 2 ദിവസങ്ങൾ കൂടി, അതായത് മെയ് 6-ന് ആണ് തൃശ്ശൂർ പൂരമെങ്കിൽ ഇത്തരത്തിൽ ദിവസത്തിന് മണികണ്ഠനാൽ പന്തൽ കാൽനാട്ടൽ കർമ്മം അല്പസമയത്തിനകം തന്നെ നടക്കും. അതിന് മുന്നോടിയായുള്ള ഭൂമി പൂജയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.